എങ്ങോട്ടാ? പണിയെടുത്ത മനുഷ്യൻ ബോറടിച്ചു. ഇവിടുത്തെ ഒരു കോൺട്രാക്ടർ ഉള്ളതാണെങ്കിൽ തോൽവി, പണിക്കാരാണെങ്കിൽ ലോക തോൽവി. ഇനി എന്റെ കാര്യം നടക്കണമെങ്കിൽ ഈ പണിക്കാരെങ്ങനെയും ഒന്ന് പാട്ടിലാക്കണം, ഇല്ല എന്റെ പണി പാളും. അതിനൊരു പണിയുണ്ട്. മദ്യം കഴിക്കണമെന്നൊന്നാം തീയതിയായി, ഒന്നാം തീയതിയായി, ഒന്നാം തീയതിയായി. വെള്ളമടിക്കണമെന്നൊന്നാം തീയതിയായി, ഒന്നാം തീയതിയായി. ഷെയറങ്ങാൻ ചോദിച്ചാലില്ലെന്ന് പറയല്ലേ. മദ്യം കഴിക്കണമെന്നൊന്നാം തീയതിയായി, ഒന്നാം തീയതിയായി, ഒന്നാം തീയതിയായി. എന്താണോ ഇത്? നീയോ പണിയെടുക്കത്തില്ല, എന്റെ പണിക്കാരെ കൊണ്ടും പണിയെടുപ്പിക്കില്ല. നിനക്ക് ഞാൻ പണി തരാടാ. ഞാൻ എവിടെ പോയി തപ്പും? 3-4 ദിവസമായി വീട് വിട്ട് ഇറങ്ങിയിട്ട്. താൻ ഒറ്റയെടുത്ത കാരണമാണോ എന്റെ മോനേച്ചേട്ടനെ കാണാണ്ട് പോയത്? ഇപ്പൊ ഞാനായ കുറ്റക്കാരൻ. ദേ പെങ്ങള് പേടിക്കായിരിക്കും. സുന്ദരം കോൺട്രാക്ടർ അടുത്താണല്ലോ ഞാൻ പറഞ്ഞു വിട്ടിരിക്കുന്നത്. അവൻ അവിടെ തന്നെ ഉണ്ടാവും. വാ ഒന്ന് പെട്ടെന്ന് ചെയ്യണം. സുന്ദരം കോൺട്രാക്ടറെ മെമ്പറായിരുന്നു. അല്ലടോ, ഞാനൊരു 4 ദിവസം മുമ്പ് ഒരാളെ ഇങ്ങനെ പണിക്ക് വിട്ടില്ല. ആരെ? ആ മോനായി. മറ്റേ വെള്ളമടിച്ച് നടക്കണം. എന്റെ പൊന്നും മെമ്പറെ, ആ വെള്ളമടിക്കാരനോട് വന്നു കഴിഞ്ഞാൽ പിന്നെ മെറ്റൽ എടുക്കത്തില്ല, സിമന്റ് എടുക്കത്തില്ല, ഒരു വക പണിയും ചെയ്യില്ല. തന്നെയല്ല, ഞങ്ങളുടെ പണിക്കാരെയൊക്കെ വെള്ളമൊട്ടിപ്പിച്ച് പണിയും പെൻഡിങ് ആക്കിയിരുന്നു. അവൻ എനിക്ക് ആ പണിയെന്നോണ്ടേ അവന് പറ്റിയ പണി കൊടുത്ത് ഞാനൊരു തിരുത്തി. എന്ത് പണി? ദാണ്ട ആ പണി. നീ ഒറ്റ കാരണം കൊണ്ടാണ് എനിക്ക് അവസ്ഥയുണ്ടായത്. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ദുഷ്ട. അല്ല പിന്നെ ഡൂപ്പേ, എന്താ അവിടെ ഒരു ആൾക്കൂട്ടം? അവിടെ എന്താ പ്രശ്നം നടക്കണമെന്ന് തോന്നുന്നു? ഇനി പ്രശ്നങ്ങളില്ലാത്ത സ്ഥലത്ത് വന്ന് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സാംസ്കാരിക നായകൻ അവിടെ വന്നിട്ടുണ്ടാവോ? എന്തായാലും നമുക്കൊരു പ്രശ്നമായല്ലോ. ആ പ്രശ്നത്തിൽ ഇടപെട്ട് നോക്കാം. നീ ഒറ്റ നിന്റെ ആക്രമണം കാരണം കൊണ്ടാണ് ഞാൻ ഈ കെട്ടിടത്തിന്റെ പോലെ നിൽക്കേണ്ടി വന്നത്. നിനക്കോട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ, 10 പൈസ സ്ത്രീധനം തരാതെ പൂതനെ ഇവിടെ അപ്പൻ എന്റെ തല കെട്ടിവെച്ചത്. ഇന്ന് അയാളോട് ഞാൻ സ്ത്രീധനം ചോദിച്ചിട്ട് എന്റെ ബാക്കി കാര്യം നീയൊക്കെ എന്നാ നോക്കിക്കോ. പോയി പണിയെടുക്കണം. വേണ്ട. അതെ, ഒരു ആൺപ്രജ ഒരു പെൺപ്രജ ഓടിക്കണ്ടല്ലോ. എന്താ കൂടി നിൽക്കുന്ന പ്രജകളുടെ പ്രശ്നം? ഇതാണ് പ്രശ്നം. ഇത് പ്രശ്നങ്ങളുടെ ഒരു തുടക്കം മാത്രം. യഥാർത്ഥ പ്രശ്നം കാണാൻ പോകുന്നതേ ഉള്ളൂ. തിരുമേനി എന്നാ പിന്നെ അത് കണ്ടിട്ട് തന്നെ കാര്യം. സ്ഥിരമായി തല്ലും ബഹളോ പതിവാക്കിയ മരുമകനോ അമ്മയച്ഛന്റെ തിരുമുമ്പിൽ ചെന്നു തെറി വിളി തുടങ്ങി. അങ്ങനെ സ്ഥിരമായി തല്ലും ബഹളോ പതിവാക്കിയ മരുമകനോ അമ്മയച്ഛന്റെ തിരുമുമ്പിൽ ചെന്നു തെറി വിളി തുടങ്ങി. അങ്ങനെ തന്റെ മോള് പുന്നാരമോള് ഇവളിവിടെ കെട്ടെന്ന് കിട്ടാനുള്ള എന്റെ സ്ത്രീധനം കിട്ടുന്ന കൊണ്ടുപോയിക്കോളാം. എങ്ങനെ ചൊള്ളയെണി തന്നില്ലടാ, എന്റെ മോളെ തന്നില്ലടാ. ഇനി കാജിന് നീ വല്ല പള്ളിയിലും പോയി പറഞ്ഞ മതി. അങ്ങനെ 10,000 സ്ത്രീധനമായി തരുമെന്ന് ചൊല്ലി മോഹിപ്പിച്ച് എങ്ങനൊരു മരക്കുരിശിനെ എന്റെ തലേ കെട്ടി വെച്ചില്ലേ. അങ്ങനെ ഏത് നേരവും കള്ള് കൂടി പണിക്ക് പോകാനെന്നും മടി. അങ്ങനത്തെ നിന്നെ കൈശരമായി വരും. പോയി കെട്ടിക്കോ അയടയടയടാ. പൊന്നുമോളുടെ കഥകളൊന്നും എന്നെ കൊണ്ടു വിളമ്പിക്കലേ. തന്റെ മോൾക്കിന് ചെലവിന് കൊടുക്കാൻ എന്നെ കിട്ടൂല. ഇവക്ക് താഴെ 4 എണ്ണമാ പെര നിറഞ്ഞ മക്കള്. അവരെ കെട്ടിച്ചയക്കേണ്ട ചുമതല നിനക്കുള്ളതാണ്. ആ കാര്യം ഞാനേറ്റെന്ന്
കൊള്ളാം ഞാൻ പണ്ട് തൊട്ടേ തന്റെ നോട്ടം പെൺപിള്ളേരുടെ നേർക്കല്ലേ അപ്പരിപ്പ് ഈ കല്ലത്തില് വേവത്തില്ലെന്നേ അങ്ങനെ തന്റെ ഈ വകവേലയും കൊണ്ട് ഈ കുടുംബത്ത് വന്നെന്നാൽ ഞാൻ നിങ്ങളുടെ കണ്ണ് രണ്ടും കുത്തി പൊട്ടിക്കും ഇങ്ങനെ ബന്ധുവീടാണെന്നു കരുതി എന്ത് കുന്തവും കാട്ടിയെന്നാൽ താൻ ഞങ്ങളുടെ വായിന്ന് നല്ലത് കേട്ടിട്ടേ പോകൂ ചേട്ടൻ ചേട്ടന്റെ സ്ഥാനോ നോക്കി നല്ല പാട്ടിന് പോയില്ലേ ചൂലും കെട്ടിന് മോന്തക്ക് നല്ലത് കൊണ്ടിട്ടേ പോകൂ ഓട്ടത്തി ഓട്ടത്തി വാസുര മോളെ കെട്ടിയനത്തെല്ലാം വളർന്നു നീ കാലുമട്ടത്തി ഞാൻ ഒറ്റപ്പെട്ടു പോയി കിടന്നു നീ അപ്പുറത്ത് നിങ്ങളെ കെട്ടിയിട്ടന്നു തുടങ്ങിയതാണ് എന്റെ ഒട്ടുകത്തെ കഷ്ടകാലം താലിമാല പോലും പൊട്ടിച്ചു കൊണ്ടുപോയി കള്ളു കുടിച്ചൊരു കാലനല്ലേ എന്നെയും എന്റെ കുടുംബത്തെ നോക്കുവാൻ കൂലിപ്പണിക്ക് നീ പോയിട്ടുണ്ടോ ഇന്ന് കോട്ടറു വാങ്ങിച്ചോ ചേട്ടാന്ന് ചൊല്ലി ചില്ലിക്കാശി പോലെ തന്നിട്ടുണ്ടോ ഇത് കേട്ട നേരത്ത് തോന്നിയതാ നീ കുടുംബത്തിന് വേണ്ട കെട്ടാൻ തന്തേനും തല്ലും ഞാൻ മക്കളെയും കൊല്ലും ഞാൻ വീടിനും ജീവിക്ക് നോക്കി തോടിയായി സ്ഥിരമായി തല്ലും ബഹളം പതിവാക്കി സഹികെട്ട ഭാര്യ തല്ലിയവോ കഥ കഴിഞ്ഞു വയ്യടയട സ്ഥിരമായി തല്ലും ബഹളം പതിവാക്കിയ കെട്ടിയോനെ സഹികെട്ട ഭാര്യ തല്ലിയവോ കഥ കഴിഞ്ഞു വയ്യടയട കച്ചവടം കച്ചവടം നിന്നുടെ വെറുപ്പുങ്ങിടുവാനില്ലടി പെണ്ണാളെ കുടുംബം വാഴുവാൻ അടക്കം വേണ്ടയോ ചെല്ലക്കിളി മകളെ ഒടുക്കം നിന്നുടെ വെറുപ്പുങ്ങിടുവാനില്ലടി പെണ്ണാളെ കുടുംബം വാഴുവാൻ അടക്കം വേണ്ടയോ ചെല്ലക്കിളി മകളെ മാനത്ത് പൊങ്ങണ പെണ്ണേ നീ മാനം മറന്നു നടിക്കാമോ മാനത്ത് പൊങ്ങണ പെണ്ണേ നീ മാനം മറന്നു നടിക്കാമോ അടങ്ങി നോക്കട്ടി കുടുംബം നോക്കട്ടി കുരുത്തം കെട്ടവളെ ഒടുക്കം നമ്മുടെ വെറുപ്പ് നേടുവാനില്ലടി പെണ്ണാളെ കുടുംബം വാഴുവാൻ അടക്കം വേണ്ടയോ ചെല്ലക്കിളി മകളെ പട്ടണക്കാര്യം പെണ്ണെ എന്നെ നട്ടം തിരിക്കല്ലേ കണ്ടേ പച്ചപ്പരിഷ്കരിക്കണ്ടേ എന്നെ വട്ടം കറക്കിടല്ലേ പട്ടണക്കാര്യം പെണ്ണെ എന്നെ നട്ടം തിരിക്കല്ലേ കണ്ടേ പച്ചപ്പരിഷ്കരിക്കണ്ടേ എന്നെ വട്ടം കറക്കിടല്ലേ കണ്ണെറിഞ്ഞു മയക്കണ്ട കവടിയാടി നടക്കണ്ട കണ്ണെറിഞ്ഞു മയക്കണ്ട കവടിയാടി നടക്കണ്ട കുട്ടിത്തം വിട്ടൊരു കുട്ടികളായുള്ള കൂട്ടുകെട്ടിൽ കുരുങ്ങണ്ട ഒടുക്കം നിന്നുടെ നേടുവാനില്ലടി പെണ്ണാളെ കുടുംബം വാഴുവാൻ അടക്കം വേണ്ടയോ ചെല്ലക്കിളി മകളെ വട്ടത്തിലുള്ളൊരു പുട്ട് നിന്റെ വട്ടമുഖത്തൊന്ന് തൊട്ട് കള്ളനുണക്കുഴി പുഞ്ചിരി കാട്ടി എന്നെ മയക്കീരേ വട്ടത്തിലുള്ളൊരു പൊട്ട് നിന്റെ വട്ടമുഖത്തൊന്ന് തൊട്ട് കള്ളനുണക്കുഴി പുഞ്ചിരി കാട്ടി എന്നെ മയക്കീലേ മുഖം മറച്ചു പിടിക്കണ്ട കള്ളനാണം നടിക്കണ്ട മുഖം മറച്ചു പിടിക്കണ്ട കള്ളനാണം നടിക്കണ്ട കൊഞ്ചിക്കുടഞ്ഞിട്ട് വഞ്ചന കാട്ടുന്ന പെണ്ണിനെ ആണുങ്ങൾ നമ്പാമോ ഒടുക്കം നിന്നുടെ